മലപ്പുറത്ത് യുവാവിനെ ഇടിച്ചിട്ട ശേഷം കടന്നുകളഞ്ഞ കാറിനെയും ഡ്രൈവറെയും 2 മാസമായിട്ടും കണ്ടെത്താനായിട്ടില്ല. ഗുരുതര പരിക്കേറ്റ കൂട്ടിലങ്ങാടി സ്വദേശി സുനീർ കിടപ്പിലാണ്. ഒക്ടോബർ 18-ന് പുലർച്ചെ മഞ്ചേരി പള്ളിപ്പുറം റോഡിലായിരുന്നു അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഇടിച്ച ശേഷം കാർ നിർത്താതെ പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാത്രി സമയമാണ്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം എന്ന് കരുതുന്നു. കാർ പോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. കാറ് യുവാവിനെ ഇടിച്ചിട്ട ശേഷം കടന്നു കളയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ ഇതുവരെയും കാറിനെയും കാറുടമയും കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടില്ല. അലി, നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട്. അഷ്കർ, ഈ സംഭവം നടന്നിട്ടിപ്പം മാസങ്ങളായി, പക്ഷേ ഒരു തുമ്പും കിട്ടിയിട്ടില്ലേ പോലീസിന്? അരുൺ, ഒക്ടോബർ 18-നാണ് ഈ അപകടം നടക്കുന്നത്. ഒക്ടോബർ 18-ന് പുലർച്ചെ. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് പോലും ഈ വാഹനത്തെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസ് ഇപ്പോഴും ഒരു ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ സുനീറിന്റെ അവസ്ഥയാണെങ്കിൽ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൂട്ടിലങ്ങാടി സ്വദേശിയായ 38 വയസ്സുകാരൻ സുനീറിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം വളരെ ദയനീയമാണ്. കൂലിപ്പണിക്കാരനായ കെട്ടുപണിക്കാരനായ സുനീറിന് കഴിഞ്ഞ 2 മാസമായി ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല 2 തവണ സർജറിക്ക് വിധേയമാകേണ്ടി വന്നു. ഇപ്പോൾ ഒരു തവണ വിധേയമാകേണ്ടത് കയ്യിൽ സർജറി നടത്തി കയ്യിലൊരു കമ്പി ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കോൺക്രീറ്റ് പണിക്ക് അല്ലെങ്കിൽ ബലമുള്ള പണിക്കൊന്നും പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത്രയും ദയനീയ സാഹചര്യത്തിലാണ് ഇപ്പോൾ സുനീർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ 2 മാസമായിട്ടും അപകടത്തിൽപ്പെട്ട ഈ കാറിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപകടത്തിൽപ്പെട്ട ഉടനെ ഈ വാഹനം നിർത്തിയിരുന്നെങ്കിൽ പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറാവാതെ വാഹനം തിരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത വാഹനം പിന്നീട് നിർത്താതെ അങ്ങ് പോവുകയായിരുന്നു. അതോടെ തന്നെ പിന്നീട് മറ്റുള്ള ആളുകളാണ് സുനീറിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായി പരിക്കേറ്റ സുനീറിന്റെ ജീവിതം തന്നെ അവതാളത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ 2 മാസമായിട്ടും ഈ കാറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അരുൺ, ഓക്കെ, തീർച്ചയായിട്ടും അഷ്കർ, ഇത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. തുടർച്ചയായിട്ട് ഈ അപകടങ്ങൾ വരുത്തി വെക്കുന്നവർ പിന്നീട് ഇടിച്ചിട്ട ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്കാതെ ഇങ്ങനെ പാഞ്ഞു പോകുന്നത് അത്ര ശരിയായ രീതിയല്ല. മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു കുഞ്ഞിനെ ഇടിച്ചിട്ട കാറിനെയും ഡ്രൈവറെയും പോലീസ് പൊക്കിയത് അതിസാഹസികമായി. ഇവിടെയും സമാനമായ രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പ്രേക്ഷകർ കരുതുക, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ സ്വാഭാവികമായി തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും പരിക്കേൽക്കുകയാണെങ്കിൽ അവരെ വഴിയിൽ കളഞ്ഞു പോകുന്ന മനുഷ്യത്വഹീനമായ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. തീർച്ചയായിട്ടും അവരെ ആശുപത്രിയിൽ എത്തിക്കുക. അതിനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ആശുപത്രിയിൽ എത്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ അത് നിങ്ങൾ സമ്മതിക്കുക. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും വഴിയിൽ ഇടിച്ചിട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാതെ കടന്ന് കളയരുത് നിങ്ങൾ എന്നൊരിക്കൽ കൂടി വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതൊരു ട്രെൻഡായിട്ട് രൂപപ്പെട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയം. അത് പിടിക്കപ്പെടാതിരിക്കുന്നു എന്നുള്ളത് മഹത്വമല്ല, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഒരു മൂല്യവും ഉണ്ടാവില്ല. ഒരു മനുഷ്യനെ ഇടിച്ചിട്ടിട്ട് നിങ്ങളുടെ കെയർ ഇല്ലാതെ പോയാൽ, അയാൾ മരിച്ചാൽ, അയാൾ ജീവച്ഛമം പോലെ കിടന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് സന്തോഷം?